students, a warm welcome to SK's Brainery. Smash your skills with SK's. So, +2 ബയോളജിയിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്നത്. നമ്മൾ +1 ലിവിങ് വേൾഡ് പഠിച്ചതുപോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. സോ നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൻ്റെ പേരിൽ നിന്ന് തന്നെ എന്താണ് ഇതിൽ നിന്ന് പറയുന്നത് നോക്കാം. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. സോ എന്തിനായിരിക്കും റീപ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടു കണ്ടിന്യൂ ദെയർ സ്പീഷീസ് ഓർ ടു കണ്ടിന്യൂ ദെയർ ജനറേഷൻ ഓൺ എർത്ത്. അതായത് ഈ ഭൂമിയിൽ അവരുടെ സ്പീഷീസിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് റീപ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സ്. നൗ ലൈഫ് സ്പാൻ. So what is lifespan? The total duration of time in their life cycle is called lifespan. അതായത് ഒരാളുടെ ജീവിത ചക്രത്തിലുള്ള ആകെ സമയം, ബർത്ത് മുതൽ നാച്ചുറൽ ഡെത്ത് വരെയുള്ള സമയമാണ് ലൈഫ് സ്പാൻ. അപ്പോൾ എന്തൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും? ആദ്യം ബർത്ത്, ദെൻ ഗ്രോത്ത്, ദെൻ റീപ്രൊഡക്ഷൻ, പിന്നീട് സെനസൻസ് ആൻഡ് ആസ് വെൽ ലാസ്റ്റ് നാച്ചുറൽ ഡെത്ത്. ഇപ്പോൾ സെനസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൽ ഫങ്ഷനിങ് ഓഫ് ബോഡി പാർട്സ് ഡ്യൂ ടു ഓൾഡ് ഏജ്. അതായത് നമുക്ക് വയസ്സാകുമ്പം നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെൻറ്റ് ഓർഗാൻസൊക്കെ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെനസൻസ് എന്ന് പറയുന്നത്. നൗ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് ലൈഫ് സ്പാൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദി സൈസ്. അതായത് ലൈഫ് സ്പാന് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ലൈഫ് സ്പാൻ ഓഫ് പാരറ്റ് ആൻഡ് ക്രോ ആർ ഡിഫറെൻറ്റ്. നമ്മൾ നോക്കാം, ഒരു ക്രോയുടെയും പാരറ്റിൻ്റെയും സൈസ് ഓൾമോസ്റ്റ് ഈക്വലാണ്. പക്ഷേ ഇവരുടെ ലൈഫ് സ്പാന് തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ക്രോയുടെ ലൈഫ് സ്പാന് 15 വർഷമാണെങ്കിൽ പാരറ്റിൻ്റെത് അത് 140 വർഷമാണ്. അതേപോലെ തന്നെയാണ് മാംഗോയുടെയും പീപ്പിൾ ട്രീയുടെയും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് മനസ്സിലായല്ലോ. വാട്ട് ഈസ് ലൈഫ് സ്പാൻ? Life span is the total duration of time in their life cycle. It starts with the birth and ends with the natural death, and it is independent on the size. Now, ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിൻ്റാണ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആർ ഇമ്മോർട്ടൽ. അതായത് സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിന് മരണമില്ല എന്നാണ് ബയോളജിക്കലി നമ്മൾ പറയുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിംഗിൾ സെൽഡ് ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എസെക്ഷ്വലിയാണ്, എസ്പെഷ്യലി ബൈനറി ഫിഷപ്പ് വഴിയൊക്കെ. അതായത് ഒരു ഓർഗാനിസം അത് തന്നെ സ്വയം എന്ത് ചെയ്യുന്നു? 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ 2 എണ്ണം പിന്നീട് 4 എണ്ണം ആവുന്നു. സോ ആദ്യം ഉണ്ടായ ഓർഗാനിസം എന്ത് ചെയ്യുന്നില്ല? മരിക്കുന്നില്ല. പകരം അതിൽ നിന്നും അത് തന്നെ 2 എണ്ണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബയോളജിക്കലി സിംഗിൾ സെൽ ഓർഗാനിസംസ് ആർ ഇമ്മോർട്ടൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ലൈഫ് സ്പാൻ എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാന് എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രൂട്ട് ഫ്ലൈ, അതായത് കുറച്ച് സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ഓർഗാനിസമാണ് ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയുന്നത്. അതിന് 10 മുതൽ 12 ദിവസം മാത്രമേ അതിന് ആയുസുള്ളൂ. സെക്കൻഡ് വൺ ബട്ടർഫ്ലൈക്ക് 1 to 2 വീക്കാണ്. ദെൻ റൈസ് പ്ലാന്റ് 3 to 4 months, ബനാന ട്രീ 10 months, റോസ് പ്ലാന്റ് 4 years. പിന്നെ നമ്മൾ പഠിച്ചു ക്രോക്ക് 15 years, പാരറ്റിന് 140 years ആണ്. ഡോഗിനും കൗവിനും 20 to 30 years, ക്രൊക്കോഡൈലിനും ഹോസിനും 60 years, എലഫൻറ്റിന് 65 years, ടോട്ടോയ്സിന് 100 to 150 years, ആൻഡ് ദെൻ ബനിയൻ ട്രീക്ക് 2500, അതായത് 2500 വർഷം. ഇതിൽ ഞാനിവിടെ ബോൾഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റിൽ അവർ തന്നെ കൊടുത്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ബട്ടർഫ്ലൈക്ക് 1 to 2 വീക്ക്, ക്രോ 15 years, ക്രൊക്കോഡൈലിനും ഹോസിനും 60 years, പാരറ്റിന് 140 years, ടോട്ടോയ്സിന് 100 to 150 years. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റുള്ള കണക്കാണ്. അതിൽ നമുക്ക് എന്ത് വരും? വേരിയേഷനൊക്കെ വരാം. അപ്പോൾ ഇതാണ് ലൈഫ് സ്പാനിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. റീപ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റീപ്രൊഡക്ഷൻ എന്തിനു വേണ്ടിയാണെന്നും റീപ്രൊഡക്ഷൻ എനാബിൾസ് ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ്, അല്ലെങ്കിൽ ജനറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ എന്താണ് റീപ്രൊഡക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് എൻ ഓർഗാനിസം പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ഓഫ് സ്പ്രിങ് എയ്തർ സെക്ഷുവലി ഓർ അസെക്ഷുവലി. അതായത് സെക്ഷുവലിയോ അല്ലെങ്കിൽ അസെക്ഷുവലിയോ ഒരു ഓർഗാനിസം അതിൻ്റെ കുട്ടിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സീരീസ് ഓഫ് 2 types, എസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ എസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്താണ്?
ഒരു പാരൻറ്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പാരൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗ്യാമറ്റിൻ്റെ ഫ്യൂഷൻ നടക്കുന്നില്ല. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗ്യാമറ്റ് ഫ്യൂഷൻ നടക്കുന്നു. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സ്, അതായത് അതുവഴി ഉണ്ടാകുന്ന കുട്ടികളെല്ലാവരും ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതായത് ജെനറ്റിക്കലിയും അതേപോലെ മോർഫോളജിക്കലിയും കാണാനും അതേപോലെ അതിൻ്റെ ജെനറ്റിക് കോൺസ്ട്രക്ഷനിലൊക്കെ അവർ ഒരേപോലെ ആയിരിക്കും. ഇവരെ ക്ലോൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഐഡൻറ്റിക്കൽ ഓഫ് സ്പ്രിങ്സിനെ നമ്മൾ ക്ലോൺസ് എന്നാണ് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി വേരിയേഷൻ നടക്കും. വേരിയേഷൻ നടക്കുന്നത് മൂലം ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ഉണ്ടാകുന്നത്. ആദ്യം നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് പോകാം. അതിൽ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് ക്ലോൺ. ക്ലോൺ എന്താണെന്ന് വെച്ചെങ്കിൽ the offsprings produced by asexual reproduction which are morphologically and genetically similar to their parent. മനസ്സിലായല്ലോ? അതായത് പാരൻറ്റിന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സ്, ആ ഓഫ്സ്പ്രിങ്സിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ ക്ലോൺ എന്ന് പറയുന്നത്. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷന് സാധാരണയായിട്ട് കാണുന്നത് താഴെത്തട്ടിലുള്ള എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ സെല്ലുലാർ ലെവലിലൊക്കെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം, ഇവരിലാണ് കൂടുതലും അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നത്. അതേപോലെ പ്ലാന്റ്സിലും കാണുന്നു. പ്ലാന്റ്സിലുള്ള ഈ റീപ്രൊഡക്ഷൻ നമ്മൾ സാധാരണഗതിയിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ പ്ലാന്റ്സിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് വഴിയാണ്. അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അതിന് കാരണമായിട്ടുള്ള ചില പാർട്സ്, അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ അവരുടെ പ്ലാന്റിൽ ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻ, ഏത് ഭാഗത്തിനാണ് മോഡിഫിക്കേഷൻ നടക്കുന്നത്, ഇനി അവിടെ ഉണ്ടാകുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഏത്, അതിന് എക്സാമ്പിളായിട്ടുള്ള പ്ലാന്റ്സ്, ഇങ്ങനെ 3ആയിട്ട് പറയാം. ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനിൽ 4 പെടുന്നത്: റൈസോം, കോം, ബൾബ് ആൻഡ് ട്യൂബർ. റൈസോമിന് എക്സാമ്പിൾ ജിഞ്ചർ, ബനാന. കോമിന് എക്സാമ്പിൾ അമോർഫോഫില്ലസ്, കൊളോക്കേഷ്യ. ബൾബിന് എക്സാമ്പിൾ ഒണിയന്, ഗാർലിക്. സ്റ്റെം ട്യൂബറിന് എക്സാമ്പിൾ പൊട്ടാറ്റോ. ഒന്നുകൂടെ പറയാം. റൈസോമിന് എക്സാമ്പിൾ ജിഞ്ചറും ബനാനയും. കോം എന്താണ്? ഈ ചേനും ചേമ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത്. ബൾബിന് എക്സാമ്പിൾ ഉള്ളി. സ്റ്റെം ട്യൂബറിന് എക്സാമ്പിൾ പൊട്ടാറ്റോ. നൗ ദ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞെങ്കിൽ സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനാണ്, ഇത് സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷന്. അതിൽ 4 പെടുന്നു: റണ്ണർ, സക്കർ, സ്റ്റോളൻ ആൻഡ് ഓഫ്സെറ്റ്. റണ്ണറിന് എക്സാമ്പിൾ ഗ്രാസ്, പിന്നെ സെൻറ്റല്ല, ഓക്സാലിസ് ഒക്കെ എക്സാമ്പിളാണ്. ഇപ്പോൾ ഏകദേശം ഒന്നെങ്കിലും പഠിച്ചു വെക്കുക. റണ്ണറിന് എക്സാമ്പിൾ ഗ്രാസ്. സക്കറിന് എക്സാമ്പിൾ ക്രിസാന്തിമം, മിൻറ്റ്. സ്റ്റോളന് എക്സാമ്പിൾ സ്ട്രോബെറി, ജാസ്മിന്. ഓഫ്സെറ്റിന് എക്സാമ്പിൾ പിസ്റ്റിയ, ഏക്കോണിയ. അപ്പോൾ ഈ ഈക്കോണിയ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അതിനെ വാട്ടർ ഹയാസിൻ്റ് എന്നും ടെറർ ഓഫ് ബംഗാൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഏക്കോണിയക്ക് ഉണ്ടാകുന്ന ഫ്ലവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആയതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തിയിട്ട് ഇന്ത്യയിലുള്ള പ്രധാനമായിട്ടും ബംഗാളിലുള്ള പല കുളങ്ങളിലും ഒക്കെ എന്ത് ചെയ്തു, അത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതിങ്ങനെ പടർന്നു പിടിച്ചു. നമ്മളതിനെ വെട്ടി നശിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നശിപ്പിക്കുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിലാണ് അത് വളരുന്നത്. അങ്ങനെ അത് ഇന്ത്യയിൽ മൊത്തത്തിൽ പടർന്നു പിടിച്ചു. പക്ഷേ ഇതുകൊണ്ട് പ്രത്യേകം എന്തില്ല, ഒരു ഉപയോഗമൊന്നും ഇല്ല. അതുകൊണ്ടാണ് അത് പിന്നീട് ബംഗാളിനൊരു പേടിയായിട്ട് മാറി. അതുകൊണ്ടാണ് അതിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കാറുള്ളത്. വാട്ടർ ഹയാസിൻ്റ് എന്ന് തന്നെ പറയുന്നു. സോ ഓഫ്സെറ്റിന് എക്സാമ്പിൾ പിസ്റ്റിയയും ഏക്കോണിയും. നൗ ലീഫിന് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന് ഈ ലീവ്സിലൊക്കെ ബഡ്സ് വരാം. ആ ബഡ്സ് പിന്നീട് പുതിയൊരു പ്ലാന്റായിട്ട് മാറുക. അതിന് എക്സാമ്പിൾ ബ്രയോഫില്ല. ഫ്ലവറിന് ഉണ്ടായ മോഡിഫിക്കേഷനാണ് ബൾബിന് എക്സാമ്പിൾ അഗേവ്. അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനും സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷനൊക്കെ. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യന് പ്രാക്ടിക്കൽസിന് എന്തായാലും വരുന്നതാണ്. അതുകൊണ്ട് ഈ ഭാഗം തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഈ പ്ലാന്റ്സിൻ്റെ മോഡിഫിക്കേഷനൊക്കെ കുറേ
എക്സാമ്പിൾസ് കുറേ ഫിഗറൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. പൊട്ടറ്റോയുടെ ഐസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് ഇത് ഇഞ്ചിയാണല്ലോ. അപ്പോൾ ഇഞ്ചിയുടെ ഉണ്ടായിരുന്ന മോഡിഫിക്കേഷൻ ഏതായിരുന്നു? സബേരിയൽ മോഡിഫിക്കേഷൻ ആണോ അണ്ടർഗ്രൗണ്ട് ആണോ? അണ്ടർഗ്രൗണ്ട്. സോ അണ്ടർഗ്രൗണ്ട് മോഡിഫിക്കേഷനിലുള്ള റൈസോമാണ് നമ്മുടെ ജിഞ്ചറിലുണ്ടായിരിക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നൗ അഗേവ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അഗേവിലെ ബൾബിൽ ഇൻ അഗേവ് ആണിത്. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന ലീഫ് ബഡ്സ് ആണ്. അതായത് ലീഫിലുണ്ടാകുന്ന മോഡിഫിക്കേഷൻ ഏതായിരുന്നു? ലീഫ് ബഡ്. അതിന് എക്സാമ്പിൾ ബ്രയോഫിലാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ എക്കോണിയ അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്. വാട്ടർ ഹയാസിന്തിൽ ഓഫ്സെറ്റ് എന്നുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നൗ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ലോവർ പ്ലാന്റ്സ്. സോ ലോവർ പ്ലാന്റ്സിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ, അതായത് എസെക്ഷുവലി റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ സെൽ ഡിവിഷൻ വഴി ചില പ്രോട്ടിസ്റ്റയിലും മൊണീറയിലൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇതെന്താണ്, ഒരു അമീബയാണ്. ഈ അമീബയ്ക്ക് വെറും സെൽ ഡിവിഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു. അത് നോക്കുക, ആദ്യം എന്ത് ചെയ്യുന്നു, ആ സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം ആദ്യം എന്ത് ചെയ്യുന്നു, അതിലുള്ള ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിലുള്ള സെല്ലും ഡിവൈഡ് ചെയ്തിട്ട് അത് പിന്നീട് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. ഈ ഡോട്ടർ സെൽസ് എന്തായിരുന്നു, പിന്നീട് 4 ആവും, അത് പിന്നെ 8 ആകും. അങ്ങനെ ഇരട്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് ആലോചിക്കാം. സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആർ ഇമ്മോർട്ടൽ. എന്തുകൊണ്ടാണ്? ആദ്യം ഉണ്ടായിരുന്ന ആ ഓർഗാനിസം മരിക്കുന്നില്ല, പകരം അതിൽ നിന്ന് തന്നെ പുതിയ 2 അത് തന്നെ 2 മാറുകയാണ്. അതുകൊണ്ടാണ് ബയോളജിക്കലി അവർ ഇമ്മോർട്ടൽ എന്ന് പറയുന്നത്. സോ സെൽ ഡിവിഷൻ വഴി ചില പ്രോട്ടിസ്റ്റയിലും മൊണീറയിലൊക്കെ നടക്കുന്നു എന്നാണ് ഫസ്റ്റത്തെ പോയിന്റ്. സെക്കൻഡ് വൺ എന്നുണ്ടെങ്കിൽ സ്പോസ് വഴി, ഏസെക്ഷുവൽ സ്പോസ് വഴിയും. അപ്പോൾ സ്പോസ് കുറേ ഉണ്ട്, സൂ സ്പോസ്, കൊണീഡിയോ സ്പോസ്, അപ്ലാന സ്പോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന 2 സ്പോസാണ്, സൂ സ്പോസും കൊണീഡിയോ സ്പോറും. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ബഡ്ഡിങ്. സോ എക്സ്റ്റേണൽ ബഡ്ഡിങ് ഉണ്ട്, ഇൻറ്റേർണൽ ബഡ്ഡിങ് ഉണ്ട്. അപ്പോൾ ഇത് ഹൈഡ്രയാണ്. അപ്പോൾ ഈ ഹൈഡ്രയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രയിൽ എന്ത് ചെയ്യുന്നു, ഒരു ബഡ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഈ ബഡ് പിന്നീട് വളർന്നിട്ട് പുതിയൊരു ഹൈഡ്രയായിട്ട് മാറും. ഇതാണ് എക്സ്റ്റേണൽ ബഡ്ഡിങ്, അതായത് ബോഡിക്ക് പുറത്താണ് ഈ ബഡ്ഡിങ് നടക്കുന്നത്. സോ എക്സ്റ്റേണൽ ബഡ്ഡിങ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ജെമ്യൂൾസ് ഇൻ സ്പോഞ്ച്, അതായത് ഇൻറ്റേർണൽ ബഡ്ഡിങ്ങിന് എക്സാമ്പിളാണ് സ്പോഞ്ചിലുള്ള ജെമ്യൂൾസ്. സോ അതേപോലെ നമ്മൾ സ്പോഞ്ചസിന് എക്സാമ്പിൾ പറയുന്നത് സ്പോഞ്ചിലൊക്കെ ഈ ജെമ്യൂൾസ് ഉണ്ട്, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. സോ ഇൻറ്റേർണൽ ബഡ്ഡിങ് ഇൻ സ്പോഞ്ചസ് ആണ് ജെമ്യൂൾസിന് എക്സാമ്പിൾ. നൗ അമീബ, ഇത് നമ്മളെന്താണ്, അമീബയാണ്. അമീബയിലുള്ള ഫിഷൻ നോക്കുക, ഫിഷൻ ഇൻ അമീബ. അതേപോലെ പാരമീസിയത്തിലും യൂഗ്ലീനയിലൊക്കെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ ഫിഷൻ നടക്കുന്നത്. ഫിഷൻ എന്ന് പറഞ്ഞെങ്കിൽ 1-2 മാറുക. അപ്പോൾ ഈ ഫിഷൻ നടന്നിട്ടാണ് അമീബയിൽ, അത് ഫിഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ഫിഷൻ ഉണ്ട്, അതേപോലെ ബൈനറി ഫിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. അതേപോലെ ഈസ്റ്റിലുള്ള ബഡ്ഡിംഗ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് എക്സ്റ്റേണൽ ബഡ്ഡിംഗ് ആണ്, അതായത് ഇവിടെ എന്ത് ചെയ്യുന്ന ഒരു ബഡ് ഉണ്ടാകുന്നു, ആ ബഡ് പിന്നീട് മുറിഞ്ഞ് പുതിയൊരു ഓർഗാനിസായിട്ട് മാറും. സോ ഒന്നും കൂടെ നോക്കുക, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ലോവർ പ്ലാന്റ്സ്. അപ്പോൾ ലോവർ പ്ലാന്റ്സിൽ സെൽ ഡിവിഷൻ വഴി നടക്കുന്നുണ്ട്, സ്പോസ് വഴി നടക്കുന്നുണ്ട്, ബഡ്ഡിങ് വഴി നടക്കുന്നുണ്ട്. അത് തന്നെ എക്സ്റ്റേണലുണ്ട്, ഇൻറ്റേർണലുണ്ട്. അമീബയിലും പാരമീസിയത്തിലും യൂഗ്ലീനയിലൊക്കെ ഫിഷൻ വഴി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നടക്കുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്. പിന്നെ റീജനറേഷൻ, അങ്ങനെ പലതും ഉണ്ട്. സോ നമ്മൾ അസെക്ഷുവൽ സ്പോസിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ടും 2 സ്പോസിനെ കുറിച്ചാണ്, സൂ സ്പോർ ആൻഡ് കൊണീഡിയോ സ്പോർ. അപ്പോൾ നോക്കുകയാണെങ്കിൽ സൂ സ്പോസിൻ്റെ ഒരു ഫിഗറാണ് ഇത്. സൂ സ്പോസ് പ്രസൻറ്റ് ചെയ്യുന്നത് ക്ലാമിഡോമോണാസ്, അതേപോലെ സാപ്രോലെഗ്നിയ പോലെയുള്ള സിംഗിൾ സെൽഡ് പോലെയുള്ള ലോവർ ഓർഗാനിസത്തിലാണ്. കൊണീഡിയോ സ്പോസ് കാണുന്നത് പെൻസിലിയം, ആസ്പെർഗില്ലസ് പോലെയുള്ള ലോവർ ഓർഗാനിസത്തിലാണ്. സോ ഈ ക്ലാമിഡോമോണാസിലുള്ള സൂസ്പോസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ്, മോട്ടൈലാണ്. അതിൻ്റെ 2 ഫ്ലാജല്ലേ കാണാൻ വേണ്ടി പറ്റും. സോ സൂസ്പോസ് ആർ മോട്ടൈൽ. പിന്നെയോ അത് ആ ക്ലാമിഡോമോണാസിൻ്റെ ശരീരത്തിനകത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദേ ആർ എൻഡോജീനിയസ്. എൻഡോ മീൻസ് ഉള്ളിൽ, എക്സോ മീൻസ് പുറത്ത്.
ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കൊണീഡിയോസ്പോർസ് എന്താണ്, അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത്, അവിടെ ഫ്ലാജെല്ല എന്നില്ല. സോ ദേ ആർ നോൺ മോട്ടൈൽ. പിന്നെയോ അതിൻ്റെ പുറത്തെ ഭാഗത്താണ് കാണപ്പെടുന്നത്. സോ എക്സോജീനിയസ് എന്നും പറയാം. നൗ ഈ സ്പോർസ് എന്നാണ് മൈക്രോസ്കോപ്പിക് ആണ്, അതായത് ഉണ്ടാകുന്ന സൂസ്പോർസ് വളരെ ചെറുതാണ്. കൊണീഡിയോസ്പോർസ് സ്ഫിറിക്കൽ ഷേപ്പിലാണ് കാണുന്നത്, നോക്കിയാൽ തന്നെ മനസ്സിലാകും. സൂസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിലായിരിക്കും, സൂസ്പൊറാഞ്ചത്തിലായിരിക്കും. അതേപോലെ കൊണീഡിയോസ്പോർസ് പ്രൊഡ്യൂസ്ഡ് ഓൺ കൊണീഡിയോഫോർ. സൂസ്പോർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സൂസ്പൊറാഞ്ചിയം ആൻഡ് കൊണീഡിയോസ്പോർസ് പ്രൊഡ്യൂസ്ഡ് ഓൺ കൊണീഡിയോഫോർ. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ക്ലാമിഡോമോണാസ്, അതേപോലെ ഇവിടെ പെൻസിലിയം. ഫിഗർ നന്നായി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് കൂടിയൊരു മോട്ടിവേഷൻ ആയിക്കോളും. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരും. അതുവരേക്കും ബൈ ഫ്രം SKS.